നമസ്കാരം. വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ചിരിക്കണോ ചിന്തിക്കണോ എന്ന രീതിയിലുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് കേരളം ഉണർന്നിരിക്കുന്നത്. അതായത് കേരളത്തിലെ കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയിൽ ഒരു കടയുണ്ടായിരുന്നു. ഒരു ഷൂ കടയാണ്. ആ ഒരു ഷൂ കട ഇന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു ഓഫർ ആയിരുന്നു ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ₹1 നോട്ടുമായി എത്തുന്ന ആദ്യത്തെ 100 പേർക്ക് 2000 രൂപയുടെ ഷൂ സൗജന്യമായിട്ട് നൽകും എന്നായിരുന്നു അവരുടെ ഓഫർ എന്ന് പറയുന്നത്. അങ്ങനെ 100 പേർക്ക് ഈ ₹1 വന്നു കഴിഞ്ഞാൽ ഷൂ നൽകുന്നതാണ്. അതിനുശേഷം വരുന്ന 100 പേർക്ക് ഇവര് സ്മാർട്ട് വാച്ച് കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷനും പരസ്യം ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഈ പരസ്യം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അറിയുകയും ഒട്ടനവധി ആളുകൾ ഷെയർ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ കട തുറക്കാൻ എത്തുന്ന സമയത്ത് അവിടെ കോഴിക്കോട് കണ്ട ഒരു വലിയ കാഴ്ച എന്ന് പറയുന്നത് പുലർച്ചെ 2 മണി 3 മണി മുതൽ ₹1 നോട്ടുമായിട്ട് ഒട്ടനവധി വിദ്യാർത്ഥികളും യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകളുമുണ്ട് ഇവര് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അങ്ങനെ കട 10 മണിക്ക് തുറന്ന് ടോക്കൺ നൽകുമെന്ന ടോക്കന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കട 10 മണിക്ക് തുറന്ന് ആദ്യം എത്തുന്ന ആളുകൾക്ക് ഇങ്ങനെ ₹100 ഷൂ കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആളുകൾ 10 മണി വരെ കാത്തിരിക്കുന്ന സമയത്ത് കടയുടെ ഉടമ വന്നിട്ട് പറയുന്നു, ഓഫർ കഴിഞ്ഞിട്ടുണ്ട്, പുലർച്ചെ വന്ന ആളുകൾക്ക് ടോക്കൺ കൊടുത്തു, അവർക്ക് ഷൂ കൊടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഇയാള് അവിടെ കൂടിയിട്ടുള്ള ആളുകളോട് പറയുന്നു. പക്ഷെ അവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രകോപിതരാവുകയാണ് ചെയ്തത്. കാരണം അതിൽ പല ആളുകളും ഇന്നലെ രാത്രി മുതലേ അവിടെ തങ്ങിയ ആളുകൾ തന്നെയായിരുന്നു. അപ്പൊ അവര് നോക്കുന്ന സമയത്ത് കട തുറന്നിട്ടില്ല, കടയിൽ യാതൊരുവിധ ആളുകളും ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഇവര് അവിടെ എത്തിയ ആളുകൾക്ക് ഈ ടോക്കൺ കൊടുത്തത് എന്നുള്ള വലിയൊരു ചോദ്യം ഉയരുന്നു. അങ്ങനെ ഇത് വലിയ പ്രശ്നങ്ങളാവുന്നു, ഉന്തും തള്ളുമാവുന്നു. ഒട്ടനവധി ആളുകളാണ്, 10,000-കണക്കിന് ആളുകളാണ് അവിടെ ഈ ഒരു രൂപ നോട്ടുമായിട്ട് എത്തിയിട്ടുള്ളത്. അങ്ങനെ വലിയ പ്രശ്നമാവുന്നു. ഒടുവിൽ പോലീസ് എത്തുന്നു. പോലീസ് എത്തി അവിടെയുള്ള ആളുകളോട് പിരിഞ്ഞു പോകാൻ പറയുന്ന സമയത്ത് ആളുകളൊന്നും പിരിഞ്ഞു പോകുന്നില്ല. പ്രത്യേകിച്ച് കുറെ ചെറിയ കുട്ടികളാണ് എത്തിയിട്ടുള്ളത്. ഒരു 7ാം ക്ലാസ് മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള കുട്ടികളൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, മറ്റു ജില്ലയിൽ നിന്നും ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് പിന്തിരിഞ്ഞു പോകാൻ പറയുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന കുട്ടികൾ പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു. പിന്നെ പോലീസ് ഒന്നും നോക്കിയില്ല, കയ്യിൽ കിട്ടിയ ലാത്തി എടുത്തിട്ട് പതിയെ വീശുന്നു. അങ്ങനെ വലിയൊരു ലാത്തി വീശൊക്കെ കഴിഞ്ഞപ്പോൾ കുറെ ജനങ്ങളൊക്കെ അവിടുന്ന് മാറിപ്പോകുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നം ചെറിയ രീതിയിൽ ഇങ്ങനെ പോലീസ് കൈകാര്യം ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട തുറക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ബോർഡ് എഴുതി വെക്കുകയും ഇത്തരത്തിൽ ഒരു ഓഫർ നൽകിയതിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിച്ചതിന്റെ പേരിൽ കടയുടമയും 1-2 ആളുകളെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വാർത്തയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. ₹1 ഷൂ നൽകുമെന്ന സോഷ്യൽ മീഡിയ പരസ്യം വിശ്വസിച്ച് 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയതോടെ കോഴിക്കോട് നഗരത്തിൽ വൻ സംഘർഷം. തിരക്ക് നിയന്ത്രിക്കാനാവാതെ വന്നതോടെ പോലീസ് ലാത്തി വീശുകയും കടയുടമകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നഗരത്തിലെ ട്രെൻഡ് ഫാക്ടറി എന്ന കടയാണ് ഈ വിചിത്രമായ ഓഫർ പ്രഖ്യാപിച്ചിരുന്നത്. 2 ദിവസം മുൻപാണ് കടയുടമകൾ സോഷ്യൽ മീഡിയ വഴി ₹1 ഷൂ നൽകുമെന്ന പരസ്യം നൽകിയത്. ₹1 നോട്ടും കൈവശം വെച്ച് എത്തുന്നവർക്ക് ഈ ഓഫർ ലഭിക്കുമെന്നായിരുന്നു ആദ്യത്തെ വാഗ്ദാനം. ഇത് കേട്ട് പുലർച്ചെ 3 മണി മുതൽ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളും കടയ്ക്ക് മുന്നിൽ തടിച്ചുകൂടുകയായിരുന്നു. എന്നാൽ 10 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞ കടയിൽ പുലർച്ചെ തന്നെ ഓഫർ തീർന്നുവെന്ന ഉടമകളുടെ വിശദീകരണം കാത്തുനിന്നവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ ഗതാഗതം തടസ്സപ്പെടുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ലാത്തി വീശി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കട തുറക്കില്ലെന്ന് പോലീസ് ബോർഡ് വെച്ചതോടെ പ്രകോപിതരായ കുട്ടികൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയതിനും അശാസ്ത്രീയമായ രീതിയിൽ പരസ്യം നൽകി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനും കടയുടമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരസ്യം കണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ എത്തിയിരുന്നു. മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടും നിരാശരായി മടങ്ങേണ്ടി വന്ന ഇത്തരം കുട്ടികൾ വല്ലാത്ത രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് സ്ഥലത്ത് വിളിച്ചിരുന്നത്. നിലവിൽ സ്ഥലത്ത് പോലീസ് കാവൽ തുടരുകയാണ്. ഇത്തരം വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അറിയിപ്പ്. ട്രെൻഡ് ഫാക്ടറി എന്ന കടയുടമയാണ് ഈ ഓഫർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ₹1 നോട്ടുമായി എത്തുന്ന ആദ്യത്തെ 100 പേർക്ക് 2000 രൂപയുടെ ഷൂവും പിന്നീട് എത്തുന്ന ആളുകൾക്ക് വാച്ചുമായിരുന്നു ഈ ഓഫർ എന്ന് പറയുന്നത്. നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഈ കട ഇന്ന് തുറക്കുന്ന സമയത്ത് എത്തുന്നവർക്ക് ₹1 തന്നെ എല്ലാ വാഗ്ദാനങ്ങളും അവർ പാലിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്.